பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. എടാ ഞാൻ മുറിക്കേണ്ട നാടേ, ഞാനും കൂടെ മുറിക്കേണ്ട നാടയായിരുന്നു കേട്ടോ. നീ കാരണമാടാ ഡിലേ ആയ, നീ കാരണം. തമ്പാനൂര് നമ്പത്തൂരെ അവന്റെ റംബൂട്ടം പഴവും പിടിച്ചോണ്ട് കവറിലാക്കി മറ്റേ കാമുകിമാരെ കാത്തിരിക്കുന്ന കാമുകന്മാരാണ് തിരിച്ച് നിൽക്കുവായിരുന്നു. നിന്നെ വിളിക്കാൻ വന്നില്ലായിരുന്നു, നമ്മൾ ടൈമിലെത്തിയേനെ. മനസ്സിലായോ? എനിക്ക് വേണ്ടി 6 മണി വരെ വെയിറ്റ് ചെയ്ത്, 6 മണി വരെ. പിന്നെ രാഹുകാലം തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓ പാവണ്ട, അച്ഛൻ പ്രാർത്ഥിക്കുന്ന നോക്ക്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും അറിയോ? ദൈവമേ ഇതിനകത്ത് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലമാടൻ എന്റെ പേര് ഉപയോഗിക്കുമല്ലോ. നീ കാരണമാടാ, നീയൊക്കെ കാരണമാ. നമ്മൾ എന്നപ്പോ കാമൻപോയിട്ട് നമ്മളെ കരയുമോ? കൊറേ അവന്മാര് കേറിയില്ലേ? കണ്ണാപ്പി കേറിയില്ല. ബോബ ആദ്യം കേറി കേട്ടോ, വലുതലക്ക് വെച്ച്. ഇവിടെ കൊറേ സാധനം ഉണ്ട്, കാണിച്ചില്ല. കുറച്ച് വെട്ടിച്ച് ആ വയറിങ് കിടില്ല ഗൈസ്. ഇതിന്റെ PC-യുടെ വയറിങ് വിഷയമാണ് ആക്ച്വലി. ആ സ്റ്റാൻഡിന്റെ പുറകിലാണ് ഹോൾഡർ വിഷയം. ഹോൾഡർ അച്ഛനങ്ങ് ഇറങ്ങിയാ മതി കേട്ടോ ഇതിനകത്ത്. ആ മാലുട്ടൻ പൊക്കണ പരിപാടിയാ. ഇതേതാടാ ഈ പുള്ളിയൊക്കെയാരാടാ? അമ്പത്തൂരെ നീ അറിഞ്ഞ ഒന്നുമില്ല, പറയുന്നില്ല. അല്ല പിന്നെ പറയാം. എടാ SRK വന്നായിരുന്നോടാ? അടാ അതെ, അത് കണ്ണീരൊന്നും വന്നില്ല കേട്ടോ. കണ്ണ് അറിയാം, മറ്റേ ക്യാമറ ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടേ. കണ്ണൊക്കെ അത് ശ്രദ്ധിച്ചില്ലേ നീ? അഭിനയമാണത്, അതൊക്കെ അഭിനയം. ക്യാമറ പിടിച്ചോണ്ടിരിക്കാണ്ട് ഇപ്പൊ കണ്ണാടി ജസ്റ്റ് പൊക്കി ഒരു 2 തുള്ളി ഇങ്ങനെ തുടങ്ങി. ഓ നീറ്റ് സെറ്റപ്പാണ്, നീറ്റ് സെറ്റപ്പാണ്. ഓ നമ്മുടെ ഗിഫ്റ്റ് ആയിരുന്നു കേസ്. അയ്യോ നമ്മള് ഗെയിമിംഗ് ചെയർ വാങ്ങിച്ചോണ്ട് കൊടുത്ത. അത് വാങ്ങിച്ചിട്ട് ഡിക്കിൽ എടുത്ത് വെക്കാൻ മറന്നുപോയി. നിങ്ങളിതൊക്കെ കണ്ടായിരുന്നോ? ഞാൻ ഇത് കണ്ടില്ല, ഞാൻ ലൈവ് കണ്ടില്ല. ഞാൻ ആ സമയം അമ്പത്തൂരിന്റെ റംബൂട്ടാൻ നിന്നോണ്ടിരിക്കുവായിരുന്നു. അമ്പത്തൂര് ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, നാണമില്ലടാ അവിടെ പോയി ഒന്നും കൊടുക്കാതെ കേറി അത്രയും തിന്നു മുടിപ്പിച്ചിട്ട് ഇറങ്ങി വരാനായിട്ട്? കുഴപ്പമില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും, പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കുന്ന.
സിമ്പിൾ കാണാ രണ്ട് കാണാ രണ്ട് വാക്ക് ഞാൻ എന്ത് പറയണ നിങ്ങളൊക്കെ വന്നില്ലേ അതല്ലേ എന്താ പരിപാടി അത് കഴിഞ്ഞ ഞാനെന്താ പരിപാടി എടാ രായനൊക്കെ എവിടെ പോയിടാ രായനൊക്കെ ഫുഡ് കഴിച്ച് നേരെ ഓ ഡ്രീമറിന് കഷണ്ടി ആയിട്ടോ ഡ്രീമറിന് കഷണ്ടി നര 1 നര 2 നര 3 നര 4 നര ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം. അപ്പൊ സ്കാമും കൂടി അമ്പത്തൂരേ ഇതെന്തുവാടാ ഇത് മീശേ എന്താണ് ബോബേ പറയാനുള്ള കൃതാവ് മീശ ഒരു രക്ഷയില്ല. എന്റെ തല കാണണോടോ എല്ലാം നരയാടോ എന്റെ തലയില്. തോന്നലാണ്. അയ്യോ എന്റെ തലയ്ക്കകത്ത് എന്തോരം നരയാന്നറിയാവോ. ഇതല്ലേ മറ്റേ പുള്ളി ഹരിശങ്കറോ ഹരിശങ്കർ മറ്റേ PC ബിൽഡ് ചെയ്യുന്ന പുള്ളി. അണ്ണു വരുന്നതേ ഉള്ളൂ ഗൈസ്, അണ്ണു വരുന്നതേ ഉള്ളൂ. ഓ മേൻ നിങ്ങൾക്ക് ചാറ്റിൽ ഒന്ന് ചോദിച്ചായിരുന്നല്ലേ. ഏജ് ഈസ് ഗോയിങ്. വയസ്സായടാ വയസ്സായി. എടാ ഇത് വെറും പറ്റീരാടാ. ഇന്നലെ ഇതിനകത്തൂടെ പുക പോകുന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ടുള്ള വെള്ളവും ഒഴിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി തുറക്കും പുക വരത്തില്ല, വീണ്ടും തുറക്കും പുക വരത്തില്ല, വീണ്ടും തുറക്കും പുക വരത്തില്ല. 3500 സാധനം ഇത്, പുകയും വന്നില്ല. ലൈറ്റൊക്കെ ഇട്ട് ഓ അപ്പോഴേ അടിച്ചു പോയി. ഓ അവന്റെ തലയിലും ഉണ്ട് കേട്ടോടാ നര. വയസ്സായി എല്ലാവർക്കും നരയാണ്, എനിക്ക് മാത്രമല്ല. പക്ഷെ കുറച്ച് നേരത്തെ ഇട്ടാലും ചെണ്ടമേളക്കാരെ കൂടെ കാണിക്കായിരുന്നല്ലേ. ചെണ്ടമേള പോയി അറേഞ്ച് ചെയ്യണേ. ഇന്ന് രാവിലെ പോയി ആ നീയല്ലേ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വണ്ടി ഇരുന്ന് പറഞ്ഞ വാസുണ്ടല്ലോ ഉള്ളു നരയെന്ന്. നമ്മള് നരയുടെ കാര്യം സംസാരിച്ച സമയത്ത്, ബാബുവിന്റെ അല്ലെ നരയുടെ കാര്യം സംസാരിച്ച സമയത്ത് നീയല്ലേ പറഞ്ഞ വാസുണ്ട് അല്ലെ ഫുള്ള് നരയെന്ന്. നരയുണ്ടെന്ന് പറഞ്ഞോ ഗാങ് സസ്പെൻസ് എന്റെ തലയിലുള്ള സാധനമല്ലേ നമ്മൾ പറയുന്നത്. നീ പറഞ്ഞില്ലേ എന്റെ അടുത്ത് അണ്ണന്റെ തല ഫുള്ള് നരയാന്ന്. അണ്ണൂനത്ര നര ഇല്ലല്ലോ, ആരാ പറഞ്ഞേ? ആ അതിന്റെ തലയുടെ അടുത്തിരുന്ന് നോക്കണം, മൊത്തം നരയാ. ബാബു സൈഡിനുണ്ട് പക്ഷെ നല്ല നരയാണ്. എടാ എന്റെ തലയിലോ എന്റെ തലയില് ഭയങ്കര പാടാ. അവനൊരു പെണ്ണുണ്ട് കുഞ്ഞുണ്ട്. അതിനുണ്ട്. അതിനിപ്പോ എന്ത്, അവൻ കല്യാണം കഴിച്ചവന് കുഞ്ഞ്, അതിനിപ്പോ എന്ത്. നമ്മള് മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ ലൈഫില് ഏൺ ചെയ്യാൻ നോക്കൂ, സെറ്റിൽ ആകത്തില്ല. അണ്ണൊക്കെ അങ്ങനെ ശരിയാകും. ഫ്ലെക്സ് ഉണ്ട് വെളിയില, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എന്റെ റൂമിൽ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഈ സാധനം. ഈ വുഡൻ സാധനം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേണമെന്ന്, പക്ഷെ പിന്നെ അതിട്ടില്ല. ഭയങ്കര ചാർജ് ആയിരുന്നു. ഇത് കണക്കത്തൊരു വൈബ് മനുഷ്യൻ. ഓ ഞാനാണെങ്കിൽ എനിക്കൊരു 1 മണിക്കൂർ കിട്ടിയെങ്കിൽ ഞാൻ സംസാരിച്ച് നമ്മള് രണ്ടെണ്ണം അടിച്ചിരുന്നേരം അവിടെ. അതെ ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കുന്നത് അവിടെ വരുന്നില്ല. നമ്മളുടെ എണ്ണം അടിച്ചിരുന്നേരം അവിടെ, ഞാനവിടെ കേടാ നിന്നിരുന്നെങ്കിൽ. അയ്യോ കാരണം നീ ഇട്ടേക്കുന്നത് 720p യിലാണോ?
ഇത് ഫോണിൽ കൂടെ ഒന്നും ലൈവ് ഇട്ടേ ഒന്നുമില്ല guys. സ്പെക്ക് പറയോ സ്പെക്ക് പറയോ സ്പെക്ക് ഇവിടെ Okay. Spec പറഞ്ഞു. 9850 X ready 64GB RAM 5080 MSI Liquid Supreme SoC എല്ലാം പറയുന്നത് കൺഫ്യൂഷൻ 1TB SSD ഉണ്ട് 1200 വാട്ടിന്റെ പവർ സപ്ലൈ ഇതിലെ മറ്റേ ഹരിശങ്കർ പുള്ളി കേബിൾസ് എല്ലാം ഉണ്ട് ലിയൻഡയുടെ ഫാൻസ് ആണ് ലിയൻഡയുടെ എല്ലാം വയർലെസ് കേബിൾസ് പിന്നെ ലിക്വിഡ് കൂടെ എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കൂടെ ക്ലോസ് ടു 5 lakhs ഈസി അമ്മൂമ്മ അതിനേക്കാളും കോമഡി അമ്മൂമ്മക്ക് വിറ്റ അവിടെ ഇതാരാടാ ഇതാരാ കസിൻസ് ആണെന്ന് തോന്നുന്നു. ഗേൾ ഫ്രണ്ടാ കഴിക്കാൻ പറഞ്ഞു അല്ലേ എടാ ഇവന്റെ ഒരു മാമനുണ്ടടേ വിറ്റ് ഇവരുടെ പേര് മറന്നുപോയി. പുള്ളിയുടെ പേരെന്തോന്ന് പറഞ്ഞായി പക്ഷേ സൈബർ അറ്റാക്ക് അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്ത് തരണോടാ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു. എടാ മണിയനെ ലാസ്റ്റ് ആണല്ലോടാ വിളിച്ച കേക്ക് കൊടുക്കാൻ ഓടി നടന്നത് ഫുള്ള് മണിയനല്ലേടാ കണ്ണാപ്പി ഓക്കെ നമുക്ക് ഇനി ഓരോ ആൾക്കാരെ വെച്ച് പരിചയപ്പെടാം കെവിൻ ലോങ് ഡേയ്സ് ബിഫോർ കെവിൻ നമ്മൾ കണ്ടുകൂട്ടി എന്താടാ രായനെ പറ്റിയേ എന്താണ് കെവിൻ റൂമിനെ കുറിച്ച് നീ എന്നല്ലോടാ വണ്ടി ഇരുന്ന് രായനെ കുറിച്ച് കുറ്റം പറഞ്ഞേ എന്റെ അണ്ണ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഞാൻ ഇപ്പോഴും ഓക്കെ ആണ്. റൂം കൊള്ളാം നല്ല രസമുണ്ട് സൂപ്പർ റൂം സൂപ്പർ ഞാൻ ഇതേ ഒരെണ്ണം പണിയുന്നുണ്ട് 10 വർഷം കഴിഞ്ഞ് എത്ര 8 വർഷം കഴിഞ്ഞ 10 വർഷം എടാ ഇതല്ലേടാ ഏബല് ഇത് ജൂഡാണോ ഏബലാണോ അണ്ണാ, ഇത് കെവിൻ. ഇതോ ഇതാണോ കെവിൻ അത് ചൂട് ഒരു നമ്പർ വിളിച്ചിട്ടോടാ ഞാൻ കാര്യമായി വരാഞ്ഞത് കേട്ടോ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ അത്രയും ക്യാമറകളുടെ ഇടയിൽ ഞാൻ നിന്ന് ചൂഷണപ്പെട്ടേനെ പറ ചന്ദ്ര എങ്ങനെയുണ്ട് PC കാണിച്ചരാ മോണിറ്റർ ഒരു രക്ഷയില്ലടാ മോട്ടർ കിട്ടില്ല മോട്ടർ മെന്നിയുടെ ആയിരുന്നു മോട്ടർ മെന്നിയുടെ OLED ഇത് ഇതിന്റെ DSLR-ന്റെ മൈക്കോ ഇവിടെ ഈച്ച ഉറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങക്ക് ഒരു സുപ്രീം അല്ലേ ടിവിയിൽ 2 പേർക്കുള്ള ഗ്രാഫിക്സ് കാർഡ് ഒന്ന് ചന്ദ്രന് സുപ്രീം ലിക്വിഡ് എസ്ഒസി അതെവിടുന്നാടാ അമ്പത്തൂരേ നീ നിന്റെ എവിടുന്നാണോ നീ എന്താണ് ഈച്ചയുടെ സൗണ്ട് ലിക്വിഡ് എസ്ഒസി നോക്ക് ചന്ദ്രന് സെയിം ചന്ദ്രൻ വെർട്ടിക്കൽ കൊണ്ട് ടിവിയിലെ രണ്ട് പീസ് ഒന്ന് കണ്ണാപ്പിക്കും ചന്ദ്രബോസിനും ഭക്ഷണം കഴിഞ്ഞാൽ ടോപ്പ് പീസ് എല്ലാം നോട്ട് ഇത് ഒരെണ്ണം കുറേ അറിയില്ലോ ഇതൊക്കെ എന്ത് തോന്നിയ ചന്ദ്രൻ ലുക്കായില്ലടാ ചന്ദ്രൻ ഇതിട്ടോ സ്റ്റഡ് ഇട്ടോ
ഇവിടെ കാണുന്നത് എടാ ഇത് എവിടുന്നാണ് നോട്ടിഫിക്കേഷൻ അതിനകത്താണ് ഇത് ഗോകു ഇല്ല ഇവിടെ ഇത് കേടമ്പത്തൂരെ എവിടെ ഇത് ഇത് വെജീറ്റ അത് സക്കീറല്ലേ ചെയ്ത അതാ വിശ്വമായിട്ട് കേട്ടോ സക്കീർ ക്ലീൻ ഞാൻ ഇതുവരെ കണ്ടുള്ളത് ഏറ്റവും കിടിലം വയർ മാനേജ്മെന്റ് ആയിരുന്നു ഈ സാധനം വേണ്ട ഈ സാധനം നിങ്ങൾക്ക് കാണുന്നത് മൈക്കിന്റെ ഇത് ഫിഫൈൻ്റെ ആണ് ഇത് ഫിഫൈൻ്റെ അല്ല ഇത് ലൂഫി അങ്ങനെ ഒരു സാധനത്തിന് ബ്രാൻഡിന്റെ ആണ് പക്ഷെ എല്ലാ വയറും ഇതിനകത്തൂടെ വലിച്ച് കറക്റ്റായിട്ട് കൊണ്ടു കൊടുത്ത് വിഷയം മാനേജ്മെന്റ് ആണ് ഫുൾ ക്ലീൻ സാധനം കാര്യങ്ങളെല്ലാം കാണാൻ എല്ലാരും കാണാം നമ്മൾ അതിന് മുമ്പ് സ്പെക്സ് പറയാം ഇവിടെ അടാ ബാക്കള് അപ്പൊ നീ അവിടെ ഉള്ള മന്ദാരന്മാരെ ഇങ്ങോട്ട് വിളിക്കും ഇതിന്റെ ഫുൾ വെർഷൻ അവിടെ കിട്ടും അവന്റെ ലൈവിലാണോ കണ്ണാപ്പയുടെ ലൈവൊക്കെ ഞാൻ ഇന്ന് അടുത്ത കൂടുതൽ നിന്ന് കാണാൻ പറ്റുമോ ആര് പറഞ്ഞു മ്യാവൂ വരുന്നുണ്ടോ ആർഡിആറില ഞാൻ നിങ്ങളുടെ പറഞ്ഞത് വലിയ കണ്ണാപ്പിയൊന്നല്ലോ കണ്ണാപ്പിയോ എന്താ പൊന്നെ കണ്ണാപ്പി ഞാൻ ഇന്നലത്തെ കാര്യം പറഞ്ഞിരിക്കുവായിരുന്നടാ നിന്നെ എന്ത് കിടിലമായിരുന്നു നിന്റെ റൂമെന്നേ പക്ഷെ നാട മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൂര് റംബുട്ടാനും പിടിച്ച് അമ്പത്തൂര് ചാത്തന്നൂര് നിൽക്കുമായിരുന്നു പക്ഷെ ചാത്തന്നൂരിന് അമ്പത്തൂരിനെ പൊക്കി എടുത്തോണ്ട് വരണോട് മാത്രമാണ് പക്ഷെ അതിന്റെ അതൊക്കെ നീ അറിയും നീ കുറച്ചു നാൾ കഴിയുമ്പോ അറിയും ശരത്തേട്ടനെ കൊണ്ട് നാട മുറിപ്പിക്കാതിന്റെ കാരണങ്ങളൊക്കെ നീ അറിയും പക്ഷെ ഞാൻ ഒന്നും കൂടെ ലോക്ക് ആയിട്ട് കേറിയായിരുന്നു മനി നമുക്ക് മുറിക്കായിരുന്നല്ലോടാ വെച്ചില്ലല്ലോ നാടയൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛനെ എന്നെയോ എന്നെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ട് അച്ഛത്തിന് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല പിന്നെന്തോ നല്ല മര്യാദ നല്ല മര്യാദയുള്ള പയ്യനെന്നോ പിന്നെ നിന്റെ കൂടെ കാളംകുളി അടിച്ചു കിടക്കുമല്ലോ ഞാൻ കണ്ണാപ്പി അവിടെ ഞാനൊരു 2 മണിക്കൂർ ഇരുന്നെങ്കിൽ നിന്റെ അച്ഛനായിട്ട് ഞാനൊരു പെഗ്ഗും അടിച്ച് ഞാനൊരു കൈലി എടുത്തു കൊടുക്കുക അവിടെ കാണും കിടന്ന് ഉറങ്ങിയാനെ ഞാൻ എന്നിട്ട് രാവിലെ എങ്ങാനും തിരിച്ചു പോയ 1 മണിക്കൂർ കിടന്ന് കൊച്ചു വർത്താനം ശരത്തേട്ടനും അച്ഛനോട് 1 മണിക്കൂറിന് സംസാരം വരുന്നില്ലേ പക്ഷെ നിന്റെ മാമനുണ്ടല്ലോ 50 രൂപ തന്നു നോക്കിയോ മോനെ ഈ മോളൻ പെമ്പിള്ളാറുണ്ടൊക്കെ ഇങ്ങനെ മുടി വളർത്തി കെട്ടിയിട്ടേക്ക് എന്തിനാന്ന് അല്ല ഏറ്റവും കോണെന്നറിയോ എടാ കണ്ണാപ്പി എടാ 50 രൂപ തൂണിലെങ്ങാണ്ട് ചരിഞ്ഞിരുന്ന ഫോം വിളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഉടനെ സുഷേ കഴിക്കാൻ പുള്ളിക്കാരൻ വിചാരിച്ചേ പുള്ളിക്കാരന്റെ ആരോ പുള്ളിക്കപ്പുറത്ത് ഇവരെ കാണാൻ മുടിയും കെട്ടി നിൽക്കുക സുഷ കഴിക്കാൻ പാടിയെന്ന് ഉടനെ 50 സുഷയാ വലിയൊരു മാമ നിൽക്കുന്നു അയ്യോ ഭയങ്കര എക്കോ ആണല്ലോടാ റൂമില് അത് നാളെ സാധനങ്ങളൊക്കെ അയ്യോ കോമഡി ആയിരുന്നു ഇനിയിപ്പോ ക്യാമറയും ഇതുകൂടെ സെറ്റ് ചെയ്താൽ ആർപിയും ഇതൊക്കെ സെറ്റ് ചെയ്ത് നല്ല കുറവ് അമ്പു അമ്പു അറിയൂ ഞാൻ വരുന്നുണ്ടോ നീ ഏതാ എടാ കണ്ണാപ്പി
പറയാൻ പറഞ്ഞു എന്തോ അപ്പുക്കുട്ടന്റെ ഇന്നത്തെ ഇന്നലെ അപ്പുക്കുട്ടനെ ഉണ്ണിക്കുട്ടൻ കൈ അല്ല ഞാൻ പറയാം ഇന്നലെ ആണെങ്കിൽ ഉണ്ണിക്കുട്ടൻ എന്തോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഉണ്ണിക്കുട്ടൻ അപ്പുക്കുട്ടൻ എന്തോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അപ്പുക്കുട്ടനെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കാണിച്ചപ്പം അപ്പുക്കുട്ടന് കണ്ണും കിടക്കൊന്നും കാണുന്നില്ല. അപ്പുക്കുട്ടൻ ഉടനെ പറഞ്ഞ് ഈ കുന്ന ഫോണിലാണോടാ ഫോട്ടോ എടുക്കുന്നത്, എനിക്കൊന്നും കാണുന്നില്ലാണ്. ഉണ്ണിക്കുട്ടൻ അപ്പുക്കുട്ടന്റെ കൈ കയറി പിടിച്ചിട്ട് കുന്ന ഫോൺ വേറെ എന്തെങ്കിലും പറഞ്ഞ് പറയണമെന്ന് പറഞ്ഞ് കയറി പിടിച്ച് കോലക്കര പിടിച്ച് കൈ അടിച്ചത് എനിക്കൊന്നും ആലോചിക്കാൻ വയ്യ.